തമ്മിലിൽ കണ്ട പോലെ ഒരു ടേസ്റ്റിയായ സേമിയ ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ ഒട്ടും കുഴയാതെ വളരെ ടേസ്റ്റിയായ ഒരു സേമിയ ഉപ്പുമാവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ കണ്ടാൽ കുട്ടീസ് മണി പ്ലാന്റ്. അപ്പോൾ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. ആദ്യം സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. സ്റ്റീലിൻ്റെ ചീനച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. നല്ല കട്ടിയുള്ള ചുവട് കട്ടിയുള്ള ചീനച്ചട്ടിയാണ്, എന്നാലും സ്റ്റീലായതുകൊണ്ട് അത് ഇടയ്ക്ക് ചുവട്ടിൽ പിടിക്കും. അപ്പോൾ നമ്മൾ തീ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് അത് ചുവട്ടിൽ പിടിക്കാതെ നോക്കുന്നത്. ഇപ്പോൾ സ്റ്റൗവിൻ്റെ സിമ്മിലാണ് നമ്മൾ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. തീ സിമ്മിലാണുള്ളത്. ഇത് ചൂടാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പാത്രം ചൂടാണ്, അപ്പോൾ വേഗം എണ്ണ ചൂടായി കിട്ടും. വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് ഒഴിച്ചാലും നല്ലതാണ്. രണ്ടും ഉപയോഗിക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ഒഴിക്കുന്നത്. എണ്ണ വേഗം ചൂടായിട്ടുണ്ട്. പാത്രത്തിന് ചൂടുള്ളത് കൊണ്ടാണ്. നമുക്കിനി കടുക് ഇട്ട് കൊടുക്കാം. സാധാരണ കടുക് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഉപ്പുമാവിനൊക്കെ പിന്നെ വറ്റൽമുളകാണ് ഇടുന്നത്. ഞാൻ വറ്റൽമുളക് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് മാത്രം വറ്റൽമുളക് ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം എടുത്തിരിക്കുന്ന പച്ചമുളക് ഉപ്പുമാവിൽ ചേർക്കാൻ വേണ്ടിയുള്ളത് നല്ല എരിവുള്ള 4 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വറ്റൽമുളക് കൂടെ ഇട്ടാൽ എരിവ് കൂടിയാൽ ഉപ്പുമാവിന് ടേസ്റ്റ് വ്യത്യാസം വരുമല്ലോ. ഉപ്പുമാവിനൊക്കെ എരിവ് അധികമായാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് വറ്റൽമുളകിനെ ഒഴിവാക്കിയതാണ്. ഇനി ഇതിലേക്ക് ഇടാനായിട്ട് കടുക് പൊട്ടിയിട്ടുണ്ട്. ഇടാൻ ഞാനൊരു കുഞ്ഞു കഷ്ണം ഇഞ്ചി തൊലി കളഞ്ഞ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതാണ് ഇട്ട് കൊടുക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞിട്ട് കാണിക്കാൻ വിട്ടുപോയതാണ്. ഒരു കുഞ്ഞൻ കഷ്ണമാണ്, തീരെ ചെറിയ കഷ്ണം പൊടിയായിട്ട് അരിഞ്ഞതാണ്. എടുത്ത് വെച്ചിരുന്ന 4 പച്ചമുളകാണ് ഇട്ട് കൊടുത്തത്. നല്ല എരിവുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ വറ്റൽമുളകിനെ ഒഴിവാക്കിയത്. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ലേശം കറിവേപ്പിലയുണ്ട്, അതും കൂടി ഇടുവാണ്. സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതാണ്. നീളത്തിലോ പൊടിയായിട്ടോ കനം കുറച്ച് അരിയാം. കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. ചൂട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടിയിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഈ ചൂടിൽ തന്നെ ഇത് പാടിക്കിട്ടും. അതുകൊണ്ട് കരിഞ്ഞ് പിടിക്കാതിരിക്കേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇത്തരം പാത്രങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. കുറച്ച് ക്ഷമയോടെ കൈകാര്യം ചെയ്യണം. ചൂടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടെ മിക്സ് ആവട്ടെ. നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാൻ ഉപ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ലേശം കുറഞ്ഞ് പോയാലും കുഴപ്പമില്ല. നമുക്ക് ഉപ്പുമാവിനുള്ള വെള്ളം തിളയ്ക്കുമ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഉപ്പ് പിന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത്തിരി കുറച്ചാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഇനി സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പാത്രത്തിൻ്റെ ചൂട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യുവാണ്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് അടച്ച് വയ്ക്കാം. ഇതിൽ വേണമെങ്കിൽ നമുക്ക് അണ്ടിപ്പരിപ്പ് കിസ്മിസൊക്കെ ചേർത്താൽ നന്നായിരിക്കും. ക്യാരറ്റൊക്കെ പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്താൽ നല്ലതാണ്. കുറച്ചുകൂടെ രുചി കൂടും. ഇത് നമുക്ക് രാവിലെ സ്കൂളിലേക്കൊക്കെ പോകാനുള്ള കുട്ടികൾക്ക് കൊടുത്തു വിടാനുള്ള തിരക്കുള്ളത് കൊണ്ടാണ് ഇതെല്ലാം കൂടെ ചെയ്തുകൊണ്ടിരുന്ന സമയം പോകും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും കൂടെ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഇതെല്ലാം ഒഴിവാക്കിയിരിക്കുകയാണ്. അതിന് പകരം ഇതൊന്നുമില്ലെങ്കിലും ടേസ്റ്റ് കിട്ടുന്ന ഒരു കാര്യം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് വഴിയേ കാണാം. ഇപ്പം നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വയ്ക്കണം. ഇത് വേകുമ്പോഴേക്കും നമുക്ക് ആവശ്യമുള്ള വാടി വരുമ്പോഴേക്കും നമുക്ക് ആവശ്യമുള്ള സേമിയയൊക്കെ എടുത്ത് വയ്ക്കാവുന്നതാണ്. മൂടി വയ്ക്കാം. നമുക്കിനി വെള്ളമയം ഒന്നുമില്ലാത്ത ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഞാനൊരു വെള്ളമയമില്ലാത്ത പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള സേമിയ എടുത്ത് റെഡിയാക്കി വയ്ക്കുക. ഇത് വാടുമ്പോഴേക്കും. ഇത് ബാമ്പിനോടെ സേമിയയാണ്. നമ്മുടെ മാർജിൻ ഫ്രീകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ട്രാൻസ്പെറൻറ്റ് കവർ ആയതുകൊണ്ട് കണ്ടാൽ മനസ്സിലാകും. കളർ ബ്രൗൺ കളറാണ്. നമ്മൾ ഉപ്പുമാവിന് വാങ്ങുമ്പോൾ എപ്പോഴും ബ്രൗൺ കളർ സേമിയ എടുക്കണം. അത് റോസ്റ്റഡ് ആണ്. അതാണ് ഉപ്പുമാവിന് നല്ലത്. ഇത് തന്നെ 2 ടൈപ്പ് ഉണ്ട്. വെള്ള കളറിലും വരുന്നുണ്ട്. വെള്ള സേമിയ വാങ്ങിയാൽ അത് കുഴഞ്ഞു പോവും, കഴിക്കാനേ പറ്റില്ല. ബ്രൗൺ ആണ് നല്ലത്. അത് റോസ്റ്റഡ് ആണ്. ഇത് നമുക്ക് ഞാനിപ്പോൾ ഈ കവറിൽ 4 ഗ്ലാസ് സേമിയ ഉണ്ടാകും ഞാൻ എടുക്കുന്ന ഗ്ലാസ്സിന്. അതിലെനിക്ക് 3.5 ഗ്ലാസ് സേമിയ മതിയാകും. നമുക്ക് ഇവിടെ 5 പേരാണ് കഴിക്കാനുള്ളത്. 5 പേർക്ക് കഴിക്കാം. ബാക്കി ഉണ്ടാവും. അത്
3.5 ഗ്ലാസ് എടുത്താൽ, അര ഗ്ലാസ് ഞാനങ്ങ് മാറ്റി വെക്കുവാണ്. 3.5 ഗ്ലാസ് സേമിയ കൊണ്ട് നമുക്ക് ഇപ്പോഴത്തെ ആവശ്യത്തിന് 3.5 ഗ്ലാസ് മതിയാവും. എടുത്തിട്ടുണ്ട്. നിറം കണ്ടില്ലേ, നല്ല ബ്രൗൺ നിറമാണ്, റോസ്റ്റഡ് ആയതുകൊണ്ടാണ്. ഇത് വേണം നമ്മൾ ഉപ്പുമാവിന് വേണ്ടി എടുക്കാൻ. ഈ ഗ്ലാസ്സിനാണ് ഞാൻ സേമിയ അളന്നത്. ഇത് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. സേമിയ എടുത്ത അതേ ഗ്ലാസ്സിൽ 3.5 ഗ്ലാസ് വെള്ളം. 1, 2, 3. ഇനി അര ഗ്ലാസ് വെള്ളം വേണ്ട, 3.5 ഗ്ലാസ് സേമിയ ഉണ്ട്. അര ഗ്ലാസ് കഷ്ടിച്ച് മതി, ഇത്തിരി കുറച്ച് ഒഴിച്ചാൽ മതി. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് തിളച്ചിട്ടാണ് നമ്മൾ ഇളക്കി വെച്ച് തിളച്ചിട്ടാണ് നമ്മൾ ബാക്കി ചെയ്യുന്നത്. നമ്മൾ ടേസ്റ്റിന് വേണ്ടിയിട്ട് ലേശം തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ എന്ന് പറഞ്ഞാൽ ഒരു മുറി തേങ്ങ 4 കഷ്ണമാക്കിയാൽ അതിൻ്റെ ഒരു കഷ്ണം, അത്രയ്ക്കേ ഉള്ളൂ. ടേസ്റ്റിന് വേണ്ടി മാത്രമാണ്. അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്നുമില്ലെങ്കിലും ഈ തേങ്ങ ചേർത്താൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാകും ഉപ്പുമാവിന്. നമുക്കിനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് തിളപ്പിക്കാം. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. ഉപ്പ് ആവശ്യമാണെങ്കിൽ അന്നേരം ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പം അത് തിളച്ച് വരട്ടെ, നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം. നമ്മൾ ചേർത്തത് ഒരു സവാളയുടെ, ചെറിയ സവാളയുടെ പകുതിയായിരുന്നു ഉപ്പുമാവിൽ ചേർക്കാൻ എടുത്തത്. പിന്നെ ഒരു മുറി തേങ്ങ എന്ന് പറഞ്ഞാൽ ഒരു തേങ്ങയുടെ പകുതി, അതാണ് ഒരു മുറി തേങ്ങ എന്ന് ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞായിരുന്നു ഒരു മുറി തേങ്ങയെ 4ആയിട്ട് പൊട്ടിച്ചതിൻ്റെ ഒരു കഷ്ണമാണ് ഉപ്പുമാവിൽ ചേർക്കാൻ എടുത്തതെന്ന്. ഇപ്പം നമ്മുടെ സേമിയ വേണ്ടുന്ന വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തേങ്ങയൊക്കെ ചേർത്തതാണ് നമ്മൾ. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഉപ്പ് വേണമെങ്കിൽ ഇപ്പോൾ ഒന്ന് ചെക്ക് ചെയ്തിട്ട് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഒരു ലേശം ഉപ്പിൻ്റെ കുറവുണ്ട്, ലേശം. അതൊന്ന് നമുക്കിപ്പോൾ ഞാൻ നേരത്തെ ഉപ്പിടുന്ന കാര്യം പറഞ്ഞായിരുന്നു, കുറവുണ്ട്. അപ്പോൾ ഇട്ടില്ലായിരുന്നു. ഇത് ഇപ്പോഴാണ് ചേർത്ത് കൊടുത്തത് ഉപ്പ്. ഒരു ലേശം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുത്തു. നമുക്കതൊന്നുകൂടെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാം. ഉപ്പെല്ലാം കൂടെ ചേർന്നൊന്ന് മിക്സ് ആവട്ടെ. അപ്പോൾ നമ്മുടെ ഉപ്പുമാവിനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. ഉപ്പുമാവിൻ്റെ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സേമിയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളതിൽ തേങ്ങയിട്ട് മിക്സ് ചെയ്തതായിരുന്നു. എല്ലാം നന്നായിട്ടായിട്ടുണ്ട്. അതിൽ നമുക്ക് വെള്ളമയമില്ലാത്ത പാത്രം എടുത്തത് കൊണ്ട് സേമിയൊന്നും പാത്രത്തിൽ പറ്റിയിരിക്കില്ല. ഉള്ളതൊക്കെ നമുക്ക് തൂത്തിട്ട് കൊടുക്കാം. ഇനി നമുക്ക് വെള്ളവുമായിട്ട് നന്നായിട്ട് അതിനെ മിക്സ് ചെയ്യാം. നമ്മൾ റവയൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ ചുവട്ടിൽ ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുന്ന കാണാറില്ലേ, അത് ഒഴിവാക്കാനാണ് നമുക്ക് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. നല്ലപോലെ മിക്സ് ചെയ്യണം. ഇത് ഇടയ്ക്കൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി നമുക്ക് വീട്ടിലെടുക്കാവുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടമാവും ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ. കുഴഞ്ഞു പോകുന്നതുകൊണ്ടാണ് ആർക്കും താല്പര്യമില്ലാത്തത്. റവയൊക്കെ ഇടയ്ക്ക് കഴിക്കുമ്പോൾ മുതിർന്ന ആളുകൾക്കൊക്കെ അസിഡിറ്റി, നെഞ്ചുരിച്ചിലൊക്കെ പറയാറുണ്ട്. പിന്നെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഒരുപാട് പഞ്ചസാരയൊക്കെ വേണം റവ ഉപ്പുമാവൊക്കെ കഴിക്കാൻ. പഴം ഉണ്ടെങ്കിലും പപ്പടം ഉണ്ടെങ്കിലും ഒക്കെ പഞ്ചസാര ഉപയോഗിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് ഒഴിവാക്കാം. ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇതിനൊക്കെ പകരം തേങ്ങ ഇടുന്നത് നല്ല ടേസ്റ്റ് തന്നെയാണ്. റവ ഉപ്പുമാവിനേക്കാൾ ടേസ്റ്റാണ്. നമുക്കിനി ഇതൊന്ന് അടച്ചു വയ്ക്കാം. കുറച്ച് നേരം എല്ലാം കൂടെ മിക്സായിട്ടുണ്ട്. നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അടച്ച് ഒരുപാട് നേരം അടച്ച് തുടർച്ചയായിട്ട് വയ്ക്കണ്ട. ഇത്തിരി നേരം കഴിഞ്ഞ് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. 1 മിനിറ്റൊക്കെ കഴിയുമ്പോൾ 1 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് അടച്ച് വെച്ചിട്ട്. അത് നമുക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിന് മുമ്പ് ഒന്ന് ഇളക്കി കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് 1 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഒരു 1-2 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ ഇടയ്ക്ക് നോക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വലിഞ്ഞിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, ഇപ്പോൾ വെള്ളമയം ഒന്നുമില്ല. ഇനി നമ്മൾ ശ്രദ്ധിക്കണം. ഇനി വെച്ചിരുന്നാൽ ചുവട്ടിൽ പിടിക്കും. ഇനി ഈ പാകത്തിലാക്കി നമ്മൾ അടച്ച് വെച്ചാൽ മതി. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അടച്ച് വെച്ചാൽ അവിടെ ഇരുന്ന് പാകത്തിനായിക്കോളും. നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്താൽ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ സേമിയ ഉപ്പുമാവിൻ്റെ കുറച്ചെടുത്ത് ഒരു ബൗളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ദേ പാത്രത്തിലിട്ട് കാണിച്ചു തരാം. നോക്കിക്കേ, കണ്ടോ, അത് കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല. അപ്പം നമ്മൾ ചെയ്യുന്ന രീതിയിൽ തന്നെ അത് തന്നെ ഫോളോ ചെയ്താൽ ഇങ്ങനെ ഉപ്പുമാവ് എടുക്കാൻ പറ്റും. കുഴഞ്ഞു പോകുന്നൊന്നുമില്ല. ഇത് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഉപ്പുമാവാണ്. റവ ഉപ്പുമാവൊക്കെ കഴിച്ച് മടുത്തെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.